നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇത് 4 റോബസ്റ്റ പഴം ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തതാണ്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് വേണം നമുക്ക്. ഇതൊരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഇതൊരു 20 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ഫ്രഷ് ക്രീം, ഇത് ആവശ്യത്തിന്. ഇനി ഈ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ്നർ ആഡ് ചെയ്യാവുന്ന, ഹണിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത റോബസ്റ്റ പഴമാണ്. 4 പഴം അരിഞ്ഞ് ഫ്രീസ് ചെയ്തതാണ് ഒരു സിപ്ലോക്ക് കവറിലിട്ടിട്ട്. നമ്മൾ ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ചേർക്കണം. നമ്മളൊരു 12 ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തത്. നമുക്കിനി ഈ ചോക്ലേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ഏത് വേണമെങ്കിലും സ്വീറ്റ്നർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറുള്ള നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നല്ല ഐസ് കട്ടയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഒരു സ്കൂപ്പായിട്ട് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഫ്രീസ് ചെയ്ത് നല്ല ഐസ് കട്ടയാക്കി എടുക്കണം. നല്ല സ്കൂപ്പ് ചെയ്യാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പം നമുക്ക് ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.